ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മദ്രസ വിദ്യാഭ്യാസം നേടിയ ഒരു 9കാരനാണ് ആലപ്പുഴയിൽ വലിയ രൂപത്തിൽ ഒരു മുദ്രാവാക്യം മുഴക്കിയത്. അതിൻ്റെ പേരിൽ ജഡ്ജിനെ അടക്കം അനാവശ്യം പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെതിരെ കേസെടുത്തതും ഒക്കെ കണ്ടവരാണ് നമ്മൾ. അപ്പോൾ എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നതെന്നും മദ്രസ പഠനം നാടിന് ഏതൊക്കെ രൂപത്തിലാണ് വിപത്തുകളായി മാറുന്നതെന്നും ആ ഒരു സംഭവത്തോടുകൂടി ഏതാണ്ട് കേരളക്കരയ്ക്ക് മനസ്സിലായി. ഈ ചെറിയ പ്രായം മുതൽ അന്യമത വിരുദ്ധത അവരെ സാർവത്രികമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റാമെന്നും അവന്റെ മതം നോക്കണമെന്നും ആ രൂപത്തില് മാത്രം മതി അവനെ ഉറ്റമിത്രമായി സ്വീകരിക്കേണ്ടതെന്നും പഠിപ്പിക്കപ്പെടുന്ന ഈ ആലയത്തിൽ നിന്ന് ഒരിക്കലും സ്നേഹം ലഭിക്കുമെന്നോ സഹകരണം ലഭിക്കുമെന്നോ അവനെ കൂടി അംഗീകരിക്കാനുള്ള മാനസിക വിശാലത കിട്ടുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഹൈക്കോടതിയെ രൂക്ഷമായി പരിഹസിച്ച പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം യഹ്യ തങ്ങൾ ജഡ്ജിമാരുടെ അടിവസ്ത്രത്തിന് കാവി നിറമാണ്. PC ജോർജിന് ജാമ്യം നൽകിയ ജഡ്ജി PA ശ്രീധരൻപിള്ളയുടെ ജൂനിയർ ആയിരുന്നു. ഇന്നലെ ആലപ്പുഴയിലാണ് പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച റാലിയിൽ യഹ്യ തങ്ങളുടെ വിമർശനം. പോപ്പുലർ ഫ്രണ്ടിനെതിരായ നടപടികൾ ഹൈക്കോടതി കർക്കശമാക്കിയതിന് പിന്നാലെയാണ് യഹ്യ തങ്ങളുടെ വിമർശനം. കോടതികളൊക്കെ എത്ര പെട്ടെന്ന് ഞെട്ടുന്നറിയോ? എന്തൊരു കെട്ടലാണ്! ആലപ്പുഴ സമ്മേളനത്തിന് മുദ്രാവാക്യം കേട്ടുകൊണ്ട് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർ ഞെട്ടുന്നു. കാരണം എന്താ? ജഡ്ജിമാർ ഇരിക്കുന്നതിന്റെ അവരിട്ടിരിക്കുന്ന കോണകം അത് കാവിയാകുമ്പോൾ സ്വാഭാവികമാണ് ചൂടെടുക്കും, ആവി വരും, അത് പൊള്ളലേൽക്കും, അത് നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഹൈക്കോടതി ജഡ്ജിമാർക്ക് നേരെയാണ് വലിയ പരിഹാസവും വിമർശനവും വന്നിരിക്കുന്നത് യഹ്യ തങ്ങളുടെ ഭാഗത്തുനിന്ന്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ആലപ്പുഴ സ്വദേശി രാജരാമവർമ്മ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. അതായത് ബജരംഗ് ദളിന്റെയും ഒപ്പം പോപ്പുലറിന്റെയും റാലികൾ നടത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ സ്വദേശി രാജരാമവർമ്മ കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ കേസ് എടുത്തപ്പോഴാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ആലപ്പുഴയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞെട്ടിലുളവാക്കുന്നതാണെന്നും റാലിയിൽ എന്ത് തോന്നിവാസവും വിളിക്കാമെന്ന് കരുതരുതെന്നും ഇക്കാര്യങ്ങൾ കൂടുതലായി പരിശോധിക്കണമെന്നുമുള്ള പരാമർശം ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ ഹർജി തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ ഭാഗമായ ഒരു പരാമർശം ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനാണ് ഇന്നലെ ചേർന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഓഫീസ് മാർച്ചിനിടയിൽ സംസ്ഥാന സമിതി അംഗം യഹ്യ തങ്ങൾ വിമർശിച്ചത്. പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ച ഹൈക്കോടതിക്ക് പരിഹാസമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജഡ്ജിമാരുടെ അടിവശത്തിന് കാവി നിറമാണ് എന്നാണ് ഇന്നലെ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ട് യഹ്യ തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല PC ജോർജിന് ജാമ്യം നൽകിയ ജഡ്ജിക്കും വിമർശനമുണ്ടായി. PA ശ്രീധരൻപിള്ളയുടെ ജൂനിയർ ആയിരുന്നു ജഡ്ജി എന്നാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് PC ജോർജിന് അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു പരാമർശം. ഇത്തരത്തിൽ ജഡ്ജിമാരുടെ അടിവശത്തിന് കാവി നിറമാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ആർഎസ്എസിനെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർഎസ്എസിനെതിരെ നടത്തിയെടുക്കുകയാണെങ്കിൽ അവർക്ക് കുറ്റകൊള്ളും എന്നാണ് ഇന്നലെ യഹ്യ തങ്ങൾ പരസ്യമായി, അതായത് 11 മണിയോടുകൂടി സംഘടിപ്പിച്ച ഇന്നലെ 11 മണിയോടുകൂടി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ പരസ്യമായാണ് അദ്ദേഹം ഹൈക്കോടതിയെ പരിഹസിച്ചത്. ശരിയാ, പൊതുജന മധ്യത്തിൽ വെച്ചാണ് ഈ രീതിയിലുള്ള പരിഹാസം യഹ്യ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ ഒരു നടപടിക്കുള്ള സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഇതിനു മുമ്പ് ഈ അഖിലാഹാദിയയുടെ വിഷയം വന്നപ്പോഴും ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തി ജഡ്ജിനെ കുറിച്ച് വളരെ മോശം പരാമർശങ്ങൾ ഈ വിഭാഗത്തിന്റെ നാവിൽ നിന്ന് വന്നിരുന്നു. ഇപ്പോ പണ്ടൊക്കെ ആയിരുന്നല്ലോ പിന്നെ ഇപ്പോൾ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും കിട്ടും. കനത്തിൽ ജമീല മുമ്പ് പറഞ്ഞതുപോലെ രാമനെ കുറിച്ചും രാവണനെ കുറിച്ചും സീതയെ കുറിച്ചും ഒന്നും മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കേണ്ട. അല്ല, സ്കൂളിലെ പാഠ്യവിഷയമാണ്, വേണ്ട. കുട്ടികൾ തന്നെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാരെ സമ്മതിക്കുന്നില്ല, വീട്ടുകാർ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിനിയും ആ പാഠഭാഗം വേണ്ട. അപ്പോൾ കനത്തിൽ ജമീല ചോദിക്കുവാണ് സാറിനോട്, ഈ ഒരു സംസ്കാരത്തെ മാറ്റിത്തിരുത്തുകയല്ലേ നമ്മളുടെ ജോലി? കുട്ടികൾ പറയുന്നു, പേരൻസ് പറയുന്നു എന്ന് കരുതി അവർക്ക് അനുകൂലമായി യാത്ര ചെയ്യലാണോ നമ്മുടെ ജോലി? അല്ല, നമ്മൾ ആ രീതിയെ മാറ്റിത്തിരുത്തണം. കുട്ടികൾ വിവിധ സംസ്കാരങ്ങൾ പഠിക്കണം. മദ്രസകളിൽ എങ്ങനെയാണ് കശാപ്പ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് പോലെയല്ല സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. സ്കൂളുകളിൽ മതമല്ല പഠിപ്പിക്കേണ്ടത്, വിവിധ സംസ്കാരങ്ങളാണ് പഠിപ്പിക്കേണ്ടത്, വിവിധ ഭാഷകളാണ് പഠിപ്പിക്കേണ്ടത്. സുഹൃത്തിനെ എങ്ങനെ ഒഴിവാക്കാമെന്നല്ല, അവനെ എങ്ങനെ കൂട്ടിപ്പിടിക്കാം എന്നുള്ള വലിയ മതേതര സംസ്കാരമാണ് അവനെ അവിടെ ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടത്. അതിന് ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് കുട്ടികൾ അത് പറഞ്ഞോട്ടെ, നമ്മൾ ഇത് പഠിപ്പിക്കുക തന്നെ വേണം എന്ന രൂപത്തിൽ കാനത്തിൽ ജമീല പറയുകയുണ്ടായി. എന്തായിരുന്നാലും ഇന്നത് അന്വർത്ഥമായിരിക്കുന്നു.
സ്കൂളുകളിലല്ല, ഇനി മുതൽ മദ്രസകളിൽ രാമനെ കുറിച്ചും രാവണനെ കുറിച്ചും സീതയെ കുറിച്ചും കുട്ടികൾ പഠിക്കും. മദ്രസകളിൽ ഇനി ശ്രീരാമൻ എന്ന് പറയും. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ശ്രീരാമന്റെ കഥകളാണ് എന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ്. ശ്രീരാമനെ കുറിച്ച് എല്ലാവരും പഠിക്കണം. അത് മതമോ വിശ്വാസമോ ഒന്നും ബാധിക്കുന്നതാകരുത്. അച്ഛനോടുള്ള പ്രതിബദ്ധത പാലിക്കാൻ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ഒരാൾ. ശ്രീരാമനെ പോലൊരു മകനെ ആരാണ് ആഗ്രഹിക്കാത്തത്? വനത്തിലേക്ക് പോകവേ രാമനെ അനുഗമിച്ച ലക്ഷ്മണനും സീതാദേവി അത്യധികം പ്രചോദനകരമാണ്. ശ്രീരാമനെ കുറിച്ചല്ല എങ്കിൽ മറ്റാരെ കുറിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? സ്വന്തം അച്ഛനെ തടവിലാക്കി സ്വന്തം സഹോദരന്മാരെ കഴുത്തറുത്തു കൊന്ന ഒരു രാജാവിന്റെ കഥയാണോ നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് ഔറംഗസീബിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വിമർശിച്ചിരുന്നു. മദ്രസകളും പാഠ്യവിഷയവും എപ്പോഴും വിവാദം സൃഷ്ടിക്കുമ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ആധുനിക മദ്രസ ആരംഭിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ്. NCERT പാഠ്യപദ്ധതിക്ക് കീഴിൽ പൊതുവിദ്യാഭ്യാസം നൽകുന്ന അറബിക്ക് പുറമെ സംസ്കൃതവും ഐച്ഛിക വിഷയമായി എടുക്കാവുന്ന മദ്രസയാണിത്. ഭഗവാൻ ശ്രീരാമനെ കുറിച്ചുള്ള ഭാഗങ്ങളും ഇവിടെ പാഠ്യവിഷയം ആകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മദ്രസകളിൽ പുതിയ സിലബസിന്റെ ഭാഗമായി ഭഗവാൻ ശ്രീരാമ മുസ്ലിങ്ങൾക്ക് തന്നെ മാറ്റം സംഭവിക്കുന്നു. അതല്ല സെൻട്രൽ ഗവൺമെന്റ് ആണ്, അതല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമായിരുന്നെങ്കിൽ സംഖ്യകളാണ് എന്ന് പറയാമായിരുന്നു. ഇത് വഖഫ് ബോർഡിന്റെ തീരുമാനമാണ്. ഒരു ആധുനിക മദ്രസ ഏതാണ്ട് ഒരു 5-10 വർഷത്തിനുള്ളിൽ ഇതുപോലെയുള്ള ആധുനിക മദ്രസകൾ സമൂഹത്തിലുടനീളം ആ സംസ്ഥാനത്ത് മുഴുവനും വ്യാപിപ്പിക്കാനാണ് വഖഫ് ബോർഡിന്റെ തീരുമാനം. കഥ പഠിപ്പിക്കുമെന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ്. വഖഫ് ബോർഡിന് കീഴിൽ 117 മദ്രസകളുണ്ട്. ഡെറാഡൂൺ, ഹരിദ്വാർ, ഉധം സിംഗ് നഗർ, നൈനിറ്റാൾ ജില്ലകളിലെ മദ്രസകളിൽ ആദ്യം പുതിയ സിലബസ് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് നബിയുടെ ജീവിതത്തോടൊപ്പം ശ്രീരാമന്റെ ജീവിതകഥയും മദ്രസ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. ശ്രീരാമൻ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവരും പിന്തുടരേണ്ടതാണ്. മുസ്ലിം പുരോഹിതർ നിർദ്ദേശന അംഗീകാരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അറബികളോ മംഗോളിയന്മാരോ അഫ്ഗാനികളോ അല്ല. ഞങ്ങൾ ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങളാണ്. ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം സാംസ്കാരിക ബിംബങ്ങളെ കുറിച്ച് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. ശ്രീരാമന്റെ അസ്തിത്വത്തിൽ ഹിന്ദുസ്ഥാൻ അഭിമാനിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ നേതാവായി കണക്കാക്കുന്നു എന്നാണ് 20-ാം നൂറ്റാണ്ടിലെ മുസ്ലിം തത്വചിന്തകനായ അല്ലാമ ഇക്ബാൽ പറഞ്ഞത് എന്നും ഷംസ് പറഞ്ഞു. മദ്രസകളിൽ NCERT പുസ്തകങ്ങൾ അവതരിപ്പിക്കും. ഇത് ഹിന്ദുപക്ഷത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കുമുള്ള പിന്തുണയായാണ് വിലയിരുത്തപ്പെടുന്നത്. 50 ലക്ഷം രൂപ ചെലവിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം മോഡേൺ മദ്രസ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും മാർച്ചിൽ അടുത്ത അക്കാദമിക് സെഷൻ മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ് പറഞ്ഞു. ഡെറാഡൂണിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുസ്ലിം കോളനിയിലാണ് മദ്രസ സ്ഥിതി ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സംയോജിത വിദ്യാഭ്യാസത്തിനായി സമീപത്തെ മദ്രസകളിലെ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ വർഷ അവസാനത്തോടെ സംസ്ഥാനത്ത് 8 മുതൽ 10 വരെ മദ്രസകൾ നവീകരിക്കാൻ വഖഫ് ബോർഡ് പദ്ധതിയിട്ടിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറിയ മദ്രസകൾ മികച്ച സ്ഥലത്ത് ഒരു കേന്ദ്രമായി മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ മദ്രസകളിലെ വിദ്യാർത്ഥികൾ രാവിലെ NCERT പാഠ്യപദ്ധതിക്ക് കീഴിലുള്ള പൊതുവിഷയങ്ങൾ പഠിക്കുമെന്നും വൈകുന്നേരം ഖുർആൻ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസം നിർവഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭഗവാൻ രാമനെ കുറിച്ചുള്ള ഭാഗങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആധുനിക മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും യൂണിഫോമും പുസ്തകവും വഖഫ് ബോർഡ് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്കൃത അധ്യാപകരെയും ഉടൻ നിയമിക്കും. മദ്രസകളിലെ സിലബസ് നിർബന്ധമായി പരിഷ്കരിക്കാൻ മുഖ്യമന്ത്രി ആദിത്യനാഥ് എപ്പോഴും കർശനമായ നടപടികൾ സ്വീകരിക്കാറുണ്ട്. വെറും മതം മാത്രം പഠിപ്പിക്കാതെ സയൻസും കണക്കും സിലബസിന്റെ ഭാഗമാകണം എന്ന് യോഗി ആദിത്യനാഥ് കർശനമായി വാദിക്കും. യുപിയിലെ മദ്രസകൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. അതിന് കാരണമാകുന്നത് യോഗിയുടെ തീരുമാനങ്ങളാണ്. യുപിയിലെ മദ്രസ വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം നിറയ്ക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനവും ഏറെ ശ്രദ്ധേയമായിരുന്നു. യോഗി സർക്കാർ മതത്തിന്റെ പേരിൽ ഒരാളുടെയും വികാരം വ്രണപ്പെടുത്താതെയാണ് പല നീക്കങ്ങളും നടത്തുന്നത്. സംസ്ഥാനത്തെ മദ്രസകളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ദേശീയഗാനം ആലപിക്കണം എന്ന ഉത്തർപ്രദേശ് സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. അങ്ങനെ ദേശീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്നവയാണ് യോഗിയുടെ യുപിയിലെ മദ്രസകൾ. 2022 മെയ് 9 ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവ് പാസാക്കിയിരുന്നു. ഉത്തരവ് അനുസരിച്ച് ദേശീയഗാനത്തോടൊപ്പം മുൻപ് ആലപിച്ചിരുന്ന മതപരമായ പ്രാർത്ഥനകളോടെയാണ് മദ്രസകൾ തുടരുന്നത്. എല്ലാ അംഗീകൃത എയ്ഡഡ് അൺഎയ്ഡഡ് മദ്രസകളിലും എങ്ങനെയുണ്ട് ഉത്തരവ് ബാധകമാണ്. 2017 സ്വാതന്ത്ര്യ ദിനത്തിൽ യുപി മദ്രസ ബോർഡ് ദേശീയഗാനവും പതാക ഉയർത്തലും നിർബന്ധമാക്കിയിരുന്നു. അങ്ങനെ മദ്രസകൾ പുതുവെളിച്ചത്തിലേക്ക് നീങ്ങുകയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇത് യോഗി UPയിലായിരുന്നു നടപ്പിലാക്കിയിരുന്നതെങ്കിൽ മുസ്ലിം കുട്ടികളെയൊക്കെ രാമനെ കുറിച്ചും രാവണനെ കുറിച്ചും പഠിപ്പിച്ചിട്ടും മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയാമായിരുന്നു. ഇതെന്ത് ചെയ്യാനാ? എതിർഭാഗത്ത് വഖഫ് ബോർഡായി പോയല്ലോ. വഖഫ് ബോർഡിന് എന്തായിരുന്നാലും മുസ്ലിം കുട്ടികളെ മതം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കത്തുമില്ലല്ലോ. ഇനി എന്ത് പറയും? വഖഫ് ബോർഡിലെ ആളുകൾക്ക് വരെ വെളിവ് വന്നിരിക്കുന്നു, വെളിച്ചം വന്നിരിക്കുന്നു. അവർക്ക് പോലും ജനാധിപത്യ ബോധ്യം വന്നതുകൊണ്ടാണ് അവർ 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതം വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്കും ആധുനിക മൂല്യങ്ങളിലേക്കും തിരിഞ്ഞതും കുട്ടികളെ ആ രൂപത്തിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതും. നന്ദി.